എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Nine of Cups, Six of Cups, Three of Cups, Five of Pentacles, Seven of Cups, 10 of Pentacles. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞൊരു മാസമായിരിക്കും. ആദ്യം തന്നെ 9 of Cups എനർജി കണക്ഷൻസ് ആണ്. ആഗ്രസബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. ആഗ്രസബലീകരണത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരു കുട്ടി വേണമെന്ന് ഒത്തിരി നാളുകളായിട്ട് മനസ്സിലാഗ്രഹിക്കുന്നു, ഇതുവരെ നടക്കാതെ പോയിട്ടുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാകാം ബന്ധങ്ങളിൽ പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ അതല്ല, ആ ഒരു രീതിയിൽ മാത്രമുള്ള ഒരു ആഗ്രസബലീകരണം ആയിരിക്കണം എന്നില്ല. കൂടുതലായിട്ട് ഒത്തിരി മനസ്സിന് ഇമോഷണലി നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബന്ധങ്ങളിൽ ഒരേ സമയം തന്നെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ചെറിയൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നത്. നെഗറ്റീവ് ഫീലിംഗ് കാര്യം ഒന്നുകിൽ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കും. അപ്പോൾ കുട്ടികളുണ്ടാകുന്ന സമയത്ത് പാരൻസിൻ്റെ ആയിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സുമായിട്ടുള്ള ഒരു അകൽച്ച നിങ്ങളെ ചെറിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതേസമയം തന്നെ ഒത്തിരി സന്തോഷമാണ്. പ്രഗ്നൻസി ചില ആളുകളെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി റിലേറ്റഡ് സിറ്റുവേഷൻ ആകാം. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിലുള്ള കൊച്ചു സന്തോഷങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും നെഗറ്റിവിറ്റീസ്, പ്രോബ്ലംസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കാര്യങ്ങൾ സന്തോഷം അനുഭവിക്കുകയും, അതായത് അത് സന്തോഷമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചതിൽ നിന്ന് ഈ കൊച്ചു കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുകയും അതിൽ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു മാസം പൊതുവേ മനസ്സിന് തൃപ്തി നൽകുന്ന സമയമാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, മറ്റ് രീതികളിലുമുള്ള ഒരു ആഗ്രസബലീകരണമായിരിക്കാം. ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. പിന്നെ ഫാമിലി എൻവയോൺമെൻറ്റ് വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. കുടുംബത്തിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അടുത്തിടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയിലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം ഫാമിലിയിൽ ഒരുമിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന സമയം ചിലവഴിക്കുന്നതോ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിക്ക് ഫാമിലിയിൽ ഒത്തിരി പ്രാധാന്യം ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് അധികം വിലയില്ലാത്ത സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു എനർജി ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം ലഭിക്കുന്നു. ഇപ്പോൾ ചില ഫാമിലീസിൽ അതായത് നിങ്ങളൊരു അച്ഛനാവാം, മകനാകാം, ഹസ്ബൻഡാവാം, വൈഫാകാം, അല്ലെങ്കിൽ കുട്ടികളാവാം, ഏതൊരു റോളാണ് നിങ്ങൾ ഫാമിലിയിൽ ഉള്ളതെങ്കിലും നിങ്ങളുടെ വാക്കുകൾക്ക് അതിൽ വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരികയും നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ ഫാമിലിയോടൊപ്പം ഒരു കൊച്ചു പിക്നിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ ഉള്ളൊരു സന്ദർശനം ഫാമിലിയായിട്ട്, അങ്ങനെ കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സന്തോഷ നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ കിട്ടിയ പല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പ്രഗ്നൻസി സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. അപ്പം ഒരു കുട്ടിയെ നിങ്ങൾ ദത്തെടുക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടി ഓൾറെഡി ഉണ്ട്, സെക്കൻഡ് ചൈൽഡ് ദത്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അങ്ങനത്തെ ഒരു എനർജിയും
ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പല പുതിയ ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, പല തരത്തിലുള്ള ബന്ധങ്ങൾ എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് 3 ഓഫ് കപ്സ് എനർജിയാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്നൊരു സ്ഥാനത്തേക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചിരുന്നു എങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഒരു ഉദ്യോഗ കയറ്റം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും. ഫെയർവെൽ ചില ആളുകളെ ഒരേ സമയം ഫെയർവെല്ലും സന്തോഷമുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിരുന്ന വ്യക്തി റിട്ടയർ ആവുകയോ അവർ വേറെ ജോലിയിലേക്ക് കടക്കുകയോ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫെയർവെൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിൻ്റെ ആഘോഷം, അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു സ്ഥാനത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ആഘോഷം, അങ്ങനത്തെയൊക്കെ ഒത്തിരി വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആഘോഷങ്ങളും പാർട്ടീസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചൊരു പെർമനൻറ്റ് ജോലി സ്ഥാനത്തേക്ക് കയറുന്നതിൻ്റെ സിറ്റുവേഷൻ ആവാം. അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആഘോഷങ്ങൾ പൊതുവെ കാണിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ 100th ഇയർ അല്ലെങ്കിൽ 25th ഇയർ അങ്ങനെ എന്തെങ്കിലും ആ ഒരു രീതിയിലുള്ള സന്തോഷം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഒത്തിരി ഉയർന്ന സ്ഥാനത്തേക്ക് പോകുന്നതിൻ്റെ ഒരു തൃപ്തിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വർക്ക് അല്ലാതെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ഫാമിലി റീയൂണിയൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഒരു വിവാഹമോ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സമയം ഒത്തിരി നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത്, കുറച്ചധികം നാളുകളായിട്ട് ഇതുവരെ കാണാത്ത, ചില ആളുകൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് പലരും കണ്ടുമുട്ടുന്ന അങ്ങനെ ഒരു തരത്തിലുള്ളൊരു ആഘോഷവും ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചൊരു സൂചിപ്പിക്കുന്നത് ഫിനാൻഷ്യലി നിങ്ങളുടെ സാധ്യതകൾ ഇതുവരെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ വൈസ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഫീലിംഗ്, അതായത് നിങ്ങളുടെ ബോസ് നിങ്ങളെ മാറ്റി നിർത്താൻ, നിങ്ങൾക്ക് വേണ്ടുന്ന ജോലി തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തുന്ന സിറ്റുവേഷൻസും നിങ്ങളെ ഒപ്രസ് ചെയ്യുന്ന ഒരു ക്ലാസ് ബാരിയേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ ജോലിയിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഫേവറേറ്റിസം കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരു കരിയറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുമ്പിലൊരു മാജിക്കൽ ഡോർ ഓപ്പൺ ചെയ്യാണ്, നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ബ്ലോക്കേജ് ഒക്കെ മാറ്റി ലോ സെൽഫ് വർത്ത്, അതായത് നിങ്ങൾക്ക് ആ ഒരു ഞാനിവിടെ വേർത്തി അല്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷന്, കാരണം ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ഇനിയും തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പുതിയൊരു ജോലിയിലേക്കുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ 7 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് കപ്സ് എനർജി. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങളുടെ ലെവൽ ഓഫ് തിങ്കിങ്, ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ പറയില്ല, ആ ലെവലിൽ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളുടെ കറൻറ്റ് കമ്പനിയിൽ. പക്ഷെ അതൊന്നും നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ വ്യത്യസ്തത മനസ്സിലാക്കുന്ന ആ പുതിയ നോവിസ് അല്ലെങ്കിൽ ആ ഒരു പുതുമ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീൽഡിലേക്കോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ ഒരു ഇൻഡസ്ട്രിയിലേക്കോ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന എനർജി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ, പുതിയ കോഴ്സുകൾ, പുതിയ പഠന രീതികൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സിറ്റുവേഷൻ. പുതിയൊരു ദേശത്തേക്ക് തന്നെ മാറിപ്പോകുന്ന എനർജിയും ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പുതിയൊരു രാജ്യത്തേക്ക് തന്നെ ചേക്കേറി പാർക്കുന്ന ഒരു സിറ്റുവേഷൻ. 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഫിനാൻഷ്യലി മാറ്റം വരുന്നുണ്ട്, ശമ്പള വർധനവ് കാര്യങ്ങളും, പൊസിഷനിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഏത് പോസ്റ്റിലാണോ അതിൽ നിന്ന് മാറ്റം ഹയർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ, ചില ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ, അതേപോലെ ചില നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഉള്ള സാധ്യതകൾ കാണിക്കുന്നു. ഫാമിലിയിലാണെങ്കിൽ ഒത്തിരി സന്തോഷവും സംതൃപ്തിയൊക്കെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കാണിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്ന കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ലൈഫ് പേർപ്പസ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ
മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളൊന്ന് ലൈവ്ലി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നു എന്നുള്ളതും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ ചെറുപ്പമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.